മെഷീൻ ലേണിംഗ് അൽഗോറിതം പറഞ്ഞതുപോലെ തന്നെ അതിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അൽഗോറിതംസ് അവൈലബിൾ ആണ്. സൂപ്പർവൈസ്ഡ് അൽഗോറിതംസ്, അൺസൂപ്പർവൈസ്ഡ് അൽഗോറിതം, റീഇൻഫോഴ്സ്മെന്റ് അൽഗോറിതംസ്. ഓക്കെ, നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോറിതത്തിനെ കുറിച്ചാണ്. സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് വെച്ചാൽ സിംപ്ലി സെയിങ് ടീച്ചിങ് കമ്പ്യൂട്ടേഴ്സ് ടു ലേൺ. കമ്പ്യൂട്ടറിനെ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്ന് ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോറിതത്തിൽ ഉള്ളത്. ആസ് എ ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ്, നമ്മളൊരു സ്കൂളിൽ ഒരു ടീച്ചറും സ്റ്റുഡന്റും എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോറിതംസും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് കമ്പ്യൂട്ടേഴ്സ് ലേൺ ചെയ്യാം? ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എക്സാമിന് മുന്നേ ടീച്ചേഴ്സ് ക്വസ്റ്റ്യനും ആൻസറും നമുക്ക് തരുന്നതായിരിക്കും പഠിക്കാൻ, അല്ലെ? സോ അത് നമ്മൾ ഇരുന്ന് പഠിക്കുന്നു, ക്വസ്റ്റ്യൻ ഇതാണ്, ആൻസർ ഇതാണ് എന്ന് നമ്മൾ ഇരുന്ന് പഠിച്ച ശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് എക്സാം വരും. എക്സാം വരുമ്പോൾ ടീച്ചർ ക്വസ്റ്റ്യൻ തരും, പക്ഷെ പ്രീവിയസ്ലി തന്ന അതേ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടാവണം എന്നില്ല, മേ ബി ട്വിസ്റ്റഡ് ആയിരിക്കാം. എസ്പെഷ്യലി മാത്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ നേരത്തെ പഠിച്ച ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ നിന്നും ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നേരത്തെ തന്നെ ഒരു സെറ്റ് ഓഫ് ഡേറ്റ കൊടുക്കും. ആ ഡേറ്റയിൽ ക്വസ്റ്റ്യൻസ് ഇതാണ്, ആൻസർ ഇതാണ്, അല്ലെങ്കിൽ ഇൻപുട്ട് ഇതാണ്, ഔട്ട്പുട്ട് ഇതാണെന്ന് നേരത്തെ കൂട്ടി തന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. ലൈക്ക് ഇപ്പം കാറ്റിന്റെ പിക്ചർ കൊടുക്കുന്നു, അതുപോലെ തന്നെ ഡോഗിന്റെ പിക്ചേഴ്സ് കൊടുക്കുന്നു. ഒരു കാറ്റോ ഒരു ഡോഗോ അല്ല, കുറേ കാറ്റ്സിന്റെ പിക്ചേഴ്സും കുറേ ഡോഗ്സിന്റെ പിക്ചേഴ്സും കൊടുത്ത ശേഷം അത് ഓരോന്നും അത് കാറ്റ് ആണ്, ഡോഗ് ആണ് എന്നുള്ള ലേബലും കൂടെ പ്രൊവൈഡ് ചെയ്ത് ഡേറ്റ ആക്കി കൊടുക്കുന്നു. സോ ഇമേജ് ഡേറ്റ കൊടുക്കുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ അവിടെ പിക്സൽ ഡേറ്റ ആയിരിക്കും കൊടുക്കുക. എപ്പോഴും ന്യൂമറിക്കൽ ഡേറ്റ മാത്രമാണ് അക്സെപ്റ്റബിൾ. ഓക്കെ, സോ അങ്ങനെ നമ്മൾ കാറ്റ് ഇതാണ്, ഡോഗ് ഇതാണ്, അലോങ് വിത്ത് ദ പിക്ചർ രണ്ടും കൂടെ ഒരു ഡേറ്റ ആക്കി മാറ്റി അതിന് നമ്മൾ അൽഗോറിതത്തിലോട്ട് കൊടുക്കുന്നു. സോ അൽഗോറിതം എന്താ ചെയ്യുക? ആ ഓരോ അൽഗോറിതത്തിലും മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഉണ്ടാവുക. ആ ഇക്വേഷൻസ് യൂസ് ചെയ്ത് ഈ കൊടുത്തിരിക്കുന്ന ഇൻപുട്ടും ഔട്ട്പുട്ടും, അല്ലെങ്കിൽ ഇൻപുട്ടും ലേബലും, മീൻസ് കാറ്റ് ആണ് ഇൻപുട്ട് എങ്കിൽ അതിന്റെ ലേബൽ ഇത് കാറ്റ് ആണ് എന്നുള്ളത്. ഓക്കെ, സോ ഇത് തമ്മിൽ കുറേ ഉണ്ടാവുമല്ലോ, കാറ്റ് ഉണ്ടാവും, ഡോഗ്സ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് കാറ്റും ഡോഗ്സിന്റെ ഇമേജസ് കാണുമ്പോൾ അത് സ്വന്തമായിട്ട് പഠിക്കുകയാണ്. ഓക്കെ, ഇന്ന രീതിയിൽ ഇന്ന ഫീച്ചേഴ്സ് പോലെയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ ഇതൊക്കെ കാറ്റ് ആണ്, ഇന്ന രീതിയിലാണ് പിക്ചേഴ്സ് വരുന്നെങ്കിൽ ഇതെല്ലാം ഡോഗ്സ് ആണ് എന്ന് അത് സ്വയം പഠിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഇവിടെ പറയുന്നുണ്ട്, ജസ്റ്റ് ആസ് വി കണക്ട് ഫാക്ട്സ് ആൻഡ് ഐഡിയാസ് ടു ലേൺ. നമ്മൾ കുഞ്ഞിലെ കണ്ട് കേട്ട് പഠിച്ച കാര്യങ്ങൾ റീകണക്ട് ചെയ്തിട്ട് പിന്നീട് നമ്മൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്, അതേ രീതിയിൽ നമ്മൾ നേരത്തെ കണ്ടു പഠിച്ച കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ആ കണ്ടു പഠിച്ച ഓരോ കാര്യങ്ങളും നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എവിടെ? മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത് മെമ്മറിയിലായിരിക്കും. ഓക്കെ, സോ പിന്നീട് നമ്മൾ അതേ സിനാരിയോസ് വരുമ്പോൾ നേരത്തെ കണ്ട കാര്യങ്ങളെ ഓർത്തെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ യു ആർ റീകണക്ടിങ്, നമ്മൾ അവിടെ പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യാണ്. സോ അതേ രീതിയിൽ തന്നെയാണ് മെഷീനും ചെയ്യുന്നത്. ഇനി നമ്മൾ മെഷീൻ ഇതേ സെയിം ഡേറ്റ കൊടുത്ത ശേഷം പുതിയൊരു ഡേറ്റ കൊടുക്കുന്നു. പുതിയൊരു കാറ്റിന്റെയോ ഇല്ലെങ്കിൽ ഒരു ഡോഗിന്റെയോ ഇമേജ് കൊടുക്കുമ്പോൾ നേരത്തെ കൊടുത്ത ഡേറ്റയിൽ ഇല്ലാത്തൊരു കാറ്റിന്റെയോ ഡോഗിന്റെയോ ഇമേജ് കൊടുക്കുമ്പോൾ ആ ഇമേജ് ഐഡന്റിഫൈ ചെയ്യാൻ മെഷീന് പറ്റണം, അത് കാറ്റ് ആണോ ഡോഗ് ആണോ എന്നുള്ളത്. സോ അങ്ങനെയാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോറിതംസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ലേണിംഗ് ദ ബേസിക്സ്. നമ്മൾ എങ്ങനെയാ ഒരു സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നത്? വി സ്റ്റാർട്ട് ബൈ ലേണിംഗ് ഹൗ ടു ബാലൻസ്, അല്ലെ? ആദ്യമേ സൈക്കിളിൽ കയറി ആരും ചവിട്ടി മുന്നോട്ട് പോകാമല്ലോ. ആദ്യം നമ്മൾ എന്താ ചെയ്യാ? വി ലേൺ ഹൗ ടു ബാലൻസ്, അതിനുശേഷം പെഡലിംഗ് ചെയ്യാൻ, അല്ലെ? അങ്ങനെ ഇതിനെ നമ്മൾ ഗൈഡ് ചെയ്യാൻ നമുക്കൊരാളുണ്ടാവും, റൈറ്റ്? പാരന്റ്സ് ആയിരിക്കും എല്ലാവർക്കും ഗൈഡ് ചെയ്യാൻ ഉണ്ടാവുക. ദെൻ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. പ്രാക്ടീസ് ചെയ്യുന്ന വെച്ചാല് നമ്മള് പ്രാക്ടീസ് ചെയ്യുമ്പം അതിൽ പറ്റുന്ന തെറ്റുകളെല്ലാം ഫീഡ്ബാക്ക് ആയിട്ട് നമ്മുടെ പാരന്റ്സ് തരുന്നു. സോ ആക്ച്വലി നമ്മൾ ആ ഡേറ്റ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിപ്പിച്ച രീതി ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്ത് റീകണക്ട് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫൈനലി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒറ്റയ്ക്ക് ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്നു, അല്ലെങ്കിൽ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നു. ഓക്കെ, സോ അതാണ് ഞാൻ പറഞ്ഞത്. ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ് എന്ന രീതിയിലാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോറിതംസ് വെക്കുന്നത്. ഇവിടെ ടീച്ചർ ഡേറ്റ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ടീച്ചറിന് എന്നൊരു ഡേറ്റ ആക്കിയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ടീച്ചർ ക്വസ്റ്റ്യനും ആൻസറും ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്ത ശേഷം പിന്നീട് സ്റ്റുഡന്റ് അല്ലെങ്കിൽ ആ അൽഗോറിതം സ്വന്തമായിട്ട് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആൻസർ ചെയ്യാൻ കാപ്പബിൾ ആയിരിക്കണം.
ഓക്കെ. സോ ലേബിൾഡ് ഡേറ്റ, ഇൻപുട്ടും ഔട്ട്പുട്ടും അല്ലെങ്കിൽ ക്വസ്റ്റ്യനും ആൻസറും, ആൻസറിനെയാണ് ഇവിടെ ലേബിൾഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ സൂപ്പർവൈസ് ലേണിംഗിൽ ഡേറ്റയിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും ഉണ്ടാവും. ഔട്ട്പുട്ട് ഇല്ലെങ്കിൽ ലേബിൾ എന്നാണ് അതിനെ പറയുക. ഓക്കെ. സോ പിക്ചർ ഓഫ് എ ഡോഗ്, അത് ഡോഗ് ആണ്. പിക്ചർ ഓഫ് എ ക്യാറ്റ് കൊടുത്തിട്ട് അത് ക്യാറ്റ് ആണെന്നും കൂടെ ലേബിൾ ചെയ്തിട്ടുണ്ടാവും. പിക്ചർ ഓഫ് എ ബേർഡ് കൊടുത്തിട്ട് അത് ബേർഡ് ആണെന്നും കൂടെ ലേബിൾ ചെയ്തിട്ടുണ്ടാവും. ഇതുപോലെ കുറെ പിക്ചേഴ്സ് കൊടുക്കും, ആ പിക്ചേഴ്സിന്റെ കൂടെ അത് എന്താണെന്നും കൂടെ ലേബിൾ ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ. അങ്ങനെ ആ ഡേറ്റയിൽ നമ്മൾ ഇൻപുട്ടായി കൊടുക്കുന്നു, അത് പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യുന്നു യൂസിങ് എനി സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതംസ്. ഓക്കെ. ദെൻ അതിനുശേഷം മോഡൽ ഇവാലുവേറ്റ് ചെയ്യുന്നു. സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതത്തിന് ഇവാലുവേഷൻ മെഷേഴ്സ് ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഒരിക്കൽ നമ്മൾ മോഡൽ ട്രെയിൻ ചെയ്തെടുക്കുന്നു, ഇല്ലെങ്കിൽ ആ ഡേറ്റ യൂസ് ചെയ്ത് ട്രെയിൻ ചെയ്ത് ഒരു സിസ്റ്റം ആക്കി ഡെവലപ്പ് ചെയ്തെടുത്ത ശേഷം അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഡിപ്ലോയ്മെന്റ് ചെയ്താലും പിന്നീടും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫർദർ നമുക്ക് കൂടുതൽ ഡേറ്റ കിട്ടുമ്പോൾ ഈ മോഡലിനെ കൂടുതലായിട്ട് എഫിഷ്യന്റ് ആക്കാൻ വേണ്ടി ആ ഡേറ്റ പ്രൊവൈഡ് ചെയ്തിട്ട് വീണ്ടും ട്രെയിൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. സോ പുതിയ ഡാറ്റ കൊടുക്കുന്ന സമയത്ത് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം, കറക്റ്റ് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ. ഇനി അതിന്റെ നമ്മൾ ബിൽഡ് ചെയ്ത മോഡൽ അല്ലെങ്കിൽ ആ സിസ്റ്റം എത്രത്തോളം കറക്റ്റ് ആണ് എന്ന് നോക്കാനാണ് ഇവാലുവേഷൻ മെഷേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ആ ഇവാലുവേഷൻ മെഷേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ പ്രഡിക്റ്റ് ചെയ്തത് നമ്മുടെ കയ്യിൽ ഒറിജിനലി അതിന്റെ ഡേറ്റ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കമ്പയർ ചെയ്ത് അത് എത്രത്തോളം അക്യുറേറ്റ് ആണെന്നുള്ള എഫിഷ്യൻസി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി there are the different types of supervised learning algorithms. Okay. First one, regression, and the next one is classification. Okay. Regression algorithms ഉണ്ട്, അതുപോലെ തന്നെ classification algorithms ഉണ്ട്. Regression algorithm എന്ന് വെച്ചാൽ സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞല്ലോ, സൂപ്പർവൈസിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുത്തിട്ടാണ് നമ്മൾ മോഡൽ ബിൽഡ് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ അൽഗോരിതത്തിനെ ട്രെയിൻ ചെയ്യുന്നത്. ഇവിടെ റിഗ്രഷന്റെ കേസസിൽ ഔട്ട്പുട്ടിൽ വരുന്ന ഡേറ്റ ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ ന്യൂമറിക്കൽ ഡേറ്റ ആയിരിക്കും, അതും ഈ ഫ്ലോട്ടിംഗ് വാല്യൂസ് അല്ലെങ്കിൽ ഇൻഫിനൈറ്റ് ഓപ്ഷൻസ് ഓഫ് വാല്യൂസ് ആ ഒരു പർട്ടിക്കുലർ ഡേറ്റയിൽ കാണും. ഫോർ എക്സാമ്പിൾ സാലറി, ഹൗസ് പ്രൈസ്, അങ്ങനെയുള്ളത്. ഓക്കെ. റിഗ്രഷന് ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ. റിഗ്രഷന് എക്സാമ്പിൾ എന്ന് വെച്ചാൽ പ്രെഡിക്റ്റിംഗ് ദ ഹൗസ് പ്രൈസ് മീൻസ് നമ്മളൊരു ഏരിയയില് ഹൗസ് പ്രൈസ്, ഇപ്പൊ ബാംഗ്ലൂർ പോലെയുള്ള ഒരു സിറ്റിയിൽ നമ്മൾ അവിടെയുള്ള ഒരു ഏരിയ എടുക്കുക. ആ ഏരിയയിൽ നിന്നും നമ്മൾ ഡിഫറെന്റ് ഹൗസസിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് വരിക. ലൈക്ക് എത്ര BHK ആണ് ഒരു ഹൗസും, അതുപോലെ എത്ര സ്ക്വയർ ഫീറ്റ് ആണ്, ലൊക്കാലിറ്റി ഏതാണ് എന്ന് പറഞ്ഞിട്ട് ഓരോ വീടിന്റെയും വിലയും കൂടെയാണ് എടുത്തിട്ട് വരുന്നത് ഡീറ്റെയിൽ. അപ്പം BHKയും സ്ക്വയർ ഫീറ്റും ലൊക്കാലിറ്റിനെയും ബേസ് ചെയ്തിട്ടായിരിക്കും ഒബ്വിയസ്ലി ഹൗസ് പ്രൈസ് നിശ്ചയിച്ചിട്ടുണ്ടാവുക, അല്ലെ? സോ ഇതുപോലെ നമുക്ക് ഡേറ്റ ഉണ്ടാവും, റൈറ്റ്? സോ ഇവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് BHK, സ്ക്വയർ ഫീറ്റ് ആൻഡ് ലൊക്കാലിറ്റി ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലേബിൾ എന്ന് പറയുന്നത് ഹൗസ് പ്രൈസാ. ഓക്കെ. സോ ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് കളക്ട് ചെയ്തിട്ട് റിഗ്രഷൻ അൽഗോരിതത്തിൽ കൊടുക്കുന്നു. സോ റിഗ്രഷനിൽ കൊടുക്കാൻ കാരണം ഹൗസ് പ്രൈസ് കണ്ടിന്യൂസ് ഡേറ്റയാണ്. ഇൻഫിനൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാവും ഹൗസ് പ്രൈസിനകത്ത്. ഇപ്പം 3 BHK 1500 സ്ക്വയർ ഫീറ്റ് ഇന്ന ലൊക്കാലിറ്റി എന്ന് പറയുന്ന ഒരു വീടിന്റെ വില മേ ബി ഒരു 50 crore ആണെന്നുണ്ടെങ്കിൽ ദ സെയിം 3 BHK 1500 എന്ന് പറയുന്ന വേറൊരു വീടിനും ഇതുപോലെ തന്നെ 50 crore ആവണം എന്ന് നിർബന്ധമില്ല. വേറെ മൈന്യൂട്ട് ആയിട്ടുള്ള വേരിയേഷൻസ് വരെ വാല്യൂസിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ള ഔട്ട്പുട്ട് വരുന്ന വാല്യൂസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് വാല്യൂസിന് ഉണ്ടാവുന്ന സിനാരിയോസിൽ സൂപ്പർവൈസിലെ റിഗ്രഷൻ അൽഗോരിതംസ് വേണം നമുക്ക് യൂസ് ചെയ്യാൻ. ഓക്കെ. ഹൗസ് പ്രൈസ്, അതുപോലെ തന്നെ പ്രോഡക്റ്റ് സെയിൽസ് മീൻസ് പ്രോഡക്ട്സിന്റെ ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം ആ പ്രോഡക്ട്സിന്റെ പ്രൈസും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതൊരു ഡേറ്റ ആക്കി പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ഹൗസ് പ്രൈസിന്റെ കേസസിലാണെങ്കിൽ ഇങ്ങനെ BHKയും സ്ക്വയർ ഫീറ്റും ലൊക്കാലിറ്റിയും അതുപോലെ തന്നെ കൂടെ ഹൗസ് പ്രൈസും അടങ്ങിയിട്ടുള്ള ഒരു ഡേറ്റ സെറ്റ് എടുത്തിട്ട് അത് നമ്മൾ റിഗ്രഷൻ അൽഗോരിതത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അൽഗോരിതം അതൊന്നൊരു പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുന്നു. ഇത്ര BHK അല്ലെങ്കിൽ ഇത്ര സ്ക്വയർ ഫീറ്റ്, ഇത്ര ലൊക്കാലിറ്റി എന്ന് പറയുന്ന ഒരു വാല്യൂസിന്റെ റേഞ്ച് വരുവാണെങ്കിൽ ഇന്ന ഒരു ഹൗസ് പ്രൈസ് വാല്യൂസ് ആയിരിക്കും വരാനുള്ള ചാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ മോഡൽ ബിൽഡ് ചെയ്ത് എടുത്ത ശേഷം നമ്മൾ പുതിയൊരു BHKയും സ്ക്വയർ ഫീറ്റും ലൊക്കാലിറ്റിയും ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ അത് അതിന്റെ വില എന്തായിരിക്കുമെന്ന് പ്രഡിക്റ്റ് ചെയ്ത് തരുക. ഓക്കെ. അതാണ് റിഗ്രഷൻ അൽഗോരിതത്തിൽ നടക്കുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻ എന്നുള്ള വേർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ കൊടുക്കുന്ന ഡേറ്റനെ ഡിഫറെന്റ് ക്ലാസ് ആയിട്ട് മാറ്റുക അല്ലെങ്കിൽ ഡിഫറെന്റ് ഗ്രൂപ്പ് ആക്കി മാറ്റുക. അതാണ് ഈ ക്ലാസിഫിക്കേഷനിൽ ചെയ്യുന്നത്. ഓക്കെ. സോ
നമ്മുടെ കൊടുക്കുന്ന ഡേറ്റയിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും അല്ലെങ്കിൽ ഇൻപുട്ടും ലേബലും ഉണ്ടാവും. പക്ഷെ ലേബല് ഫൈനൈറ്റ് ഓപ്ഷൻസ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് വാല്യൂ ആയിരിക്കും. ഡിസ്ക്രീറ്റ് വാല്യൂ എന്ന് വെച്ചാൽ എസ് ഓർ നോ, സ്പാം നോട്ട് സ്പാം, പാസ് ഓർ ഫെയിൽ, അങ്ങനെയുള്ള ഫൈനൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ്, ഫ്യൂ ഓപ്ഷൻസ് മാത്രമേ ഒരു പർട്ടിക്കുലർ ഡേറ്റയിൽ കാണാൻ സാധിക്കത്തുള്ളൂ. അതാണ് ഈ ഡിസ്ക്രീറ്റ് വാല്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം കുറെ ഇമേജസ് കൊടുക്കുകയാണ്, പൂച്ചയുണ്ട്, നായുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, സോ നമ്മൾ ഡാറ്റ കൊടുക്കുന്ന സമയത്ത് ഡോഗ് ഡോഗ് ആണെന്നും ക്യാറ്റ് ക്യാറ്റ് ആണെന്നും പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ക്യാറ്റ് അല്ലെങ്കിൽ ഡോഗ് എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ മാത്രമേ, രണ്ട് രീതിയിൽ മാത്രമേ കാറ്റഗറൈസ് ചെയ്യാനുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ ആ മോഡലിനെ ക്ലാസിഫിക്കേഷൻ അൽഗോരിതത്തിൽ ഇട്ട ശേഷം അത് പഠിക്കുകയാണ്. ഇന്ന ഫീച്ചേഴ്സിൽ വരുവാണെങ്കിൽ അത് ക്യാറ്റും, ഇന്ന ഫീച്ചേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ അത് ഡോഗ് ആണെന്ന് പഠിക്കുന്നു. ഓക്കെ, അതിനുശേഷം എന്താ ചെയ്യുന്നത്, നമ്മളൊരു ഡോഗിന്റെ പിക്ചർ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അത് പറയണം അത് ഡോഗിലാണ്, ഡോഗായിട്ടാണ് ആ ഒരു ഡേറ്റേനെ ക്ലാസിഫൈ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. സോ ഇതാണ് ക്ലാസിഫിക്കേഷൻ. സോ ക്ലാസിഫിക്കേഷന്റെ ഔട്ട്പുട്ട് ഇല്ലെങ്കിൽ ലേബൽ ഡേറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിസ്ക്രീറ്റ് ആയിരിക്കും. റിഗ്രഷന്റെ കേസസിൽ ലേബൽ ഡേറ്റ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും.